അറബി വ്യാകരണത്തിലെ അൽഫിയത്ത് ബിൻ മാലിക്കിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നിലവിൽ അവൈലബിൾ ആണെങ്കിലും എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു കൃതി നിങ്ങൾ അന്വേഷിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ജാമിയ ഹിയാസുന്ന പ്രധാന മുദരിസായ സയ്യിദ് ഹസൻ ബുഖാരി അൽ ബാക്കിവി ഉസ്താദ് രചിച്ച അമൂല്യ കൃതി. ഈ ഒരു ഗ്രന്ഥത്തിന്റെ പേര് ബസീത്തു കലാം എന്ന് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ ബസ്തായി ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ജദീദും കദീമുമായ എല്ലാ ഷുറൂഹുകളും ജംഉ ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ശൈഖുന റഈസുൽ ഉലമാ ഉസ്താദ് അവറുകൾ ബുഖാരി ക്ലാസ്സിൽ പറയുന്നു, ഈ ഒരു ഗ്രന്ഥം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതിനോട് തുല്യമായ മറ്റൊരു അൽഫിയുടെ ശർഹിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. ഈ ഒരു ഗ്രന്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അറബി ഭാഷയുടെ ഉത്ഭവം വളർച്ചയും ഇൽമുൻ നഹവിന്റെ ഉത്ഭവം വളർച്ചയും ഇൽമുൻ നഹവിന്റെ നിദാന ശാസ്ത്രം, ഉസൂൽ നഹവ്, കവിതകളുടെ നിയമങ്ങള്, അൽഫിയുടെ പ്രത്യേകതകൾ, ഹവാഷിയകൾ, ഷുറൂഹുകൾ, തക്രീറാത്തുകൾ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന 100 പേജോളം നീളുന്ന സമഗ്ര മുഖദ്ദിമ. അൽഫിയിലെ ഓരോ ബൈത്തുകളുടെയും ഏറാബും ഹാസിലും വളരെ ലളിതമായി വിശദമായി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഷവാഹിദ് ബൈത്തുകളുടെ ഖായില്, ബഹർ, പശ്ചാത്തലം, മഅന, മുഫ്രദാത്ത്, മഹല്ലു ഷാഹിദ്, ഇഅ്റാബ് വളരെ ലളിതമായി ആർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അൽഫിയ ബൈത്തിലെയും ഷറഹിലെയും പദാനുപദം വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല നാദിറിന്റെയും ഷാരിഹിന്റെയും കലാമിന്റെ മേൽ വരുന്ന ഈത്തിറാദുകൾക്ക് അക്കമിട്ട് മറുപടി പറയുന്നു. അതുപോലെ തന്നെ തംബീഹ്, ഫായിദ എന്നിവ ചേർത്ത് ഓരോ അധ്യായവും പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. ശൈഖുന റഈസുൽ ഉലമാ ഉസ്താദ് അവറുകൾ ബുഖാരി ക്ലാസ്സിൽ പറഞ്ഞ വാക്കുകൾ തന്നെ ഈ ഒരു ഗ്രന്ഥത്തിന്റെ പ്രാധാന്യത്തിന് മോടി കൂട്ടുന്നു. ഈ ഒരു ഗ്രന്ഥം വേണ്ട ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.